കോട്ടയം ജില്ല മൊത്തത്തിലൊന്ന് ചെയ്യുവാണെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ ഇത്തവണ മത്സരിക്കുന്നത് കോട്ടയത്തെ MLA മാരെ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ്. കാഞ്ഞിരപ്പള്ളിയിലും അതുപോലെ പാലായിലും വൈക്കത്തും പൂഞ്ഞാറിലും ഞങ്ങളുടെ MLA മാരുണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ട NDAയുമായിട്ടാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം കോട്ടയത്തെ സമൂഹത്തിന് പൊതുസമൂഹത്തിന് മനസ്സിലായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ നാലിടത്ത് ഞങ്ങളും കാഞ്ഞിരപ്പള്ളി എടുത്തു കഴിഞ്ഞാൽ അവിടെ LDF NDA തമ്മിലാണ് മത്സരം. അതുപോലെ തന്നെ പൂഞ്ഞാറിൽ LDF NDA തമ്മിലാണ് മത്സരം. പാലായിൽ ത്രികോണ മത്സരമാണെങ്കിൽ കൂടി വ്യക്തമായ മുൻതൂക്കം NDA അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈക്കത്തും അവിടെ LDF NDA തമ്മിലാണ് മത്സരം. അതുകൊണ്ട് തന്നെ അതുപോലെ മറ്റ് മണ്ഡലങ്ങളെടുത്ത് 5 മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. തീർച്ചയായും അത് വളരെ ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ NDAയിലെ എല്ലാ ഘടകകക്ഷികളും തങ്കലിപികളിൽ എഴുതാവുന്ന ഒരു റിസൾട്ട് ഉണ്ടാകും. ഞങ്ങളുടെ പ്രധാന ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ വികസിത കേരളം എന്നുള്ളതാണ്. ഇവിടം മാറണം, എല്ലാ മാറ്റങ്ങൾ ഉണ്ടാകണം, വികസിത കേരളം എന്നുള്ളതാണ് ഞങ്ങളുടെ ലോഗോ. പ്രതിപക്ഷ നേതാവ് ഡീൽ ആരോപണങ്ങൾ, അതിലൊരു മണ്ഡലം ഏറ്റുമാനൂർ മണ്ഡലമാണ് പറയുന്നത്. അതിലെന്താണ് നിങ്ങളുടെ ഇത്? അല്ല, ഈ പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ പല മണ്ഡലങ്ങളെക്കുറിച്ചും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ചിന്തിക്കേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ ഡീൽ നടക്കുന്നില്ലേ? കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മുതലായ മണ്ഡലങ്ങളിൽ പൊതുസമൂഹം നോക്കുമ്പോൾ ഏറ്റവും ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് UDF അവിടെ ഇറക്കിയിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിലെ രാഷ്ട്രീയ ചിത്രം അതാണ്. അപ്പം ഏറ്റുമാനൂരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൂടെ വന്ന ഒരു പുതിയ ഘടകകക്ഷിയാണ് 2020. ആ 2020യുടെ കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആതിര മിടുക്കിയാണ്. വളരെ ആതിരയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡീൽ എന്നുള്ള ആരോപണം. അവിടെ UDF പരാജയം മണക്കുന്നു. അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. അതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുമായി വളരെ സജീവമായിട്ട് ഏറ്റുമാനൂർ പ്രവർത്തന രംഗത്തുണ്ട്. BJPയുടെ സാന്നിധ്യം കുറവാണെന്നുള്ള ഒരു പ്രചരണമൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടാകും എവിടെ? ഈ ഏറ്റുമാനൂർ 2020 കൊടുത്ത മണ്ഡലങ്ങളിൽ ഒരിക്കലുമില്ല. BJP ആണ് ഏറ്റുമാനൂർ പൂർണ്ണമായും BJPയുടെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ ഞങ്ങളുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശശികുമാറിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ 2020യെ സംബന്ധിച്ചിടത്തോളം കുറേയേറെ നേതാക്കന്മാർ മാത്രമാണ് അവിടെയുള്ളത്. BJPയുടെ പരിപൂർണമായിട്ടുള്ള, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഐമനം പഞ്ചായത്ത് ഞങ്ങളാണ് ഭരിക്കുന്നത്. ഏറ്റുമാനൂർ നഗരസഭയിൽ പ്രതിപക്ഷമാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ മുഴുവൻ കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ പൂർണ്ണസമയം സ്ഥാനാർത്ഥിയോടൊപ്പമുണ്ട്. ഞങ്ങൾ സജീവമായിട്ട് 2020 മത്സരിക്കുന്നു എന്ന് വരികിലും അത് ഞങ്ങളുടെ മണ്ഡലമായി കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രവർത്തനത്തിലുണ്ട്. UDF പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ടെന്ന്. LDF പറയുന്ന അങ്ങനെ ഒരു കാര്യമേ ഇല്ല. നിങ്ങളെന്താണ്? തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം അതിരൂക്ഷമായി കേരളത്തിലുണ്ട്. കാരണം കേരളത്തിലെ പൊതുസമൂഹം ഈ പിണറായി ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലും അടിച്ചറക്കണം എന്നുള്ള ഒരു വികാരം. കാരണം 10 വർഷം കൊണ്ട് ഇവർ ചെയ്തു കൂട്ടിയിരിക്കുന്ന നിരവധി ദ്രോഹങ്ങൾ, ആ ദ്രോഹങ്ങൾക്ക് ജനം എണ്ണി മറുപടി ചോദിക്കും. അങ്ങനെ മറുപടി ചോദിക്കുമ്പോൾ ഏതാണ്ട് 30ലേറെ മണ്ഡലങ്ങളിൽ അതിൻ്റെ ബെനിഫിറ്റ് NDA നേടിയെടുക്കാനായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരങ്ങൾ ഇപ്പോൾ പാലക്കാടാണെങ്കിലും നേമത്താണെങ്കിലും ഒക്കെ തന്നെ ഈ ആറന്മുള അടക്കമുള്ള മണ്ഡലങ്ങളിൽ അതിൻ്റെ ഗുണം ഇന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് കൈവരും എന്നുള്ളതാണ്. ഞങ്ങളും ശക്തമായിട്ട് ഈ പിണറായിയെ ഇറക്കുക എന്നുള്ള പിണറായിയുടെ ധാർഷ്ട്യത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിനാണ് ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. കാരണം കോട്ടയം ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു UDF മണ്ഡലമായിരുന്നു. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം ഒക്കെ തന്നെ. പക്ഷേ സ്വാഭാവികമായ ആ ഒരു വികാരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി. കാരണം ഞങ്ങളുടെ കൂടെ UDFൽ നിന്നും LDFൽ നിന്നും പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരും എത്തി. PC ജോർജിനെ പോലെയുള്ള, അജിത്തിനെ പോലെയുള്ള MLA മാർ ഞങ്ങളോടൊപ്പം വന്നു. അപ്പോൾ സ്വാഭാവികം അവർക്കൊക്കെയുള്ള സ്വാധീനം ഇന്ന് ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയൊരു മാൻഡേറ്റ് ഞങ്ങൾക്ക് ലഭിക്കും.